നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഗ്രേവീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാൻ വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിക്കുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ അരിഞ്ഞതിട്ടിട്ട് ആദ്യം ഒന്ന് നല്ല പോലെ മൂപ്പിക്കുക കേട്ടോ. ഒരു 3 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം, ഒരുപാട് വലിപ്പം ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം അത് നല്ല പോലെ ഒന്ന് വാടിക്കോട്ടെ. അത്യാവശ്യം നല്ല പോലെ വാടി ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ല പോലെ വാട്ടി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിനി ഒന്നുകൂടി അത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിരിക്കണേ. മുളക് പൊടിയേക്കാട്ടും ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് എന്താ പറയുക, പൊടികളൊന്നും കരിയാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കുക. ഒന്നും കരിയാനോ പിടിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. അതിൽ നല്ല പോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ കറിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്രേവിയൊക്കെ വെക്കുന്ന സമയത്ത് ചെമ്മീൻ്റെ കൂടെ തന്നെ അതിൻ്റെ തലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. തലഭാഗത്തു നിന്നാണ് ആ ഒരു ചെമ്മീനിൻ്റെ നല്ല ഫ്ലേവർ ഇറങ്ങി വരിക. തല കൂടെ ഇട്ടിട്ട് കറി വെക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ തല ഒട്ടും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണെങ്കിലും ഒരു കറിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ, ബാക്കി ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ തലയോട് കൂടിയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. വെള്ളം ഇറങ്ങുന്നതാണെങ്കിൽ ചിലപ്പോൾ നല്ല പോലെ വെള്ളം ഇറങ്ങും. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് എന്താ പറയുക, ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേവിക്കാൻ പാകത്തിനുള്ള കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല, ഒരു സെമി ഗ്രേവിയാണ് കേട്ടോ നമുക്കിതിനുണ്ടാവുക. ഇനി അത്യാവശ്യം നല്ല പോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റൊക്കെ മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമുക്കിങ്ങനെ തുറന്ന് കൊടുക്കാം കേട്ടോ. തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഗ്രേവി കുറുകി വരണം. വീണ്ടും നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. പിന്നെ ഒന്നുമില്ല, ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി. ഈ ചെമ്മീനിൽ പെരുംജീരകം നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ലാസ്റ്റ് മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. പൊറോട്ടേൻ്റെ കൂടെ, പത്തിരീൻ്റെ കൂടെ, ഇനി നമ്മുടെ ചോറിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഭയങ്കരമായിട്ടുള്ള ഗ്രേവി ഉണ്ടാവില്ല, ഒരു സെമി ഗ്രേവിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സൂപ്പർ റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.